പുലർച്ചെ 5:50 അബുദാബിയിലേക്കുള്ള എയർ അറേബ്യ വിമാനം 35,000 അടി ഉയരത്തിൽ പറക്കുമ്പോഴാണ് തൊട്ടടുത്തൊരാൾ ശ്വാസം കിട്ടാതെ പിടയുന്നത് അഭിജിത്ത് കാണുന്നത്. കൈപിടിച്ച് പൾസ് നോക്കി. ഹാർട്ട് അറ്റാക്കാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ നഴ്സായ ആ ചെറുപ്പക്കാരന് അധിക സമയം വേണ്ടി വന്നില്ല. ഉടൻ തന്നെ CPR തുടങ്ങി. ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകൻ അജീഷും സഹായത്തിനായി പാഞ്ഞെത്തി. 2 റൗണ്ട് CPR ലഭിച്ചതോടെ രോഗി പതിയെ ശ്വാസമെടുത്തു. ഹൃദയതാളം തിരികെ എത്തി. പുറകിന്നൊരു പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പം തൊട്ട് പുറകിരിക്കുന്ന ആള് ഗ്യാസ്പിംഗ് ആണ്. പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കി പൾസ് നോക്കുമ്പോൾ പൾസ് കിട്ടുന്നില്ല. പേഷ്യന്റെ റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്തു. എനിക്ക് മനസ്സിലായി പേഷ്യന്റ് കാർഡിയക് അറസ്റ്റിലേക്കാണ് പോകുന്നതെന്ന്. പെട്ടെന്ന് തന്നെ പേഷ്യന്റ് ആ സീറ്റിലേക്ക് തന്നെ കിടത്തിയിട്ട് ചെസ്റ്റ് കംപ്രഷൻ തുടങ്ങുകയാണ് ചെയ്തത്. ഒരു 2 സൈക്കിൾ ആയപ്പോഴത്തേനും പേഷ്യന്റ് ഒന്ന് റീഗെയിൻ ആയി. പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള കന്നി വിമാനയാത്രയിലാണ് വയനാട് സ്വദേശിയായ അഭിജിത്തിന്റെയും ചെങ്ങന്നൂരുകാരനായ അജീഷിന്റെയും അപ്രതീക്ഷിത നിയോഗം. 2 സൈക്കിൾ ഓഫ് CPR കഴിഞ്ഞപ്പോൾ തന്നെ പേഷ്യന്റ് റോസ്കച്ച് ചെയ്തായിരുന്നു, പൾസ് ചെക്ക് ചെയ്തു. അതിനുശേഷം പൾസ് ഓക്സിമീറ്റർ അവൈലബിൾ ആയിരുന്നു. ഞങ്ങൾ പൾസ് ഓക്സിമീറ്റർ വെച്ച് പേഷ്യൻ്റെ വൈറ്റൽസ് ഒക്കെ നോക്കി. പിന്നെ BP ചെക്ക് ചെയ്ത സമയത്ത് BP നല്ല ഡ്രോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ കൂടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹം അവിടെ എത്തി. പിന്നെ ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ച് ഞങ്ങൾ പെട്ടെന്ന് ഡിസിഷൻ എടുത്തു. ഒരു IV ക്യാനിലിട്ട് ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ക്യാനിലേഷൻ ചെയ്തു, അതുപോലെ ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്തു. ഡോക്ടർ ഷംഷീർ വയലിൽ സ്ഥാപകനും ബോർഡ് മെമ്പറുമായ റെസ്പോൺസ് പ്ലസ് മെഡിക്കലിലാണ് ഇരുവരും ജോലിയിൽ പ്രവേശിച്ചത്. ഇരുവരുടെയും സമയോചിത ഇടപെടലിന് മാനേജ്മെന്റ് ആദരവും നൽകി. ഹൃദയാഘാതം സംഭവിച്ച തൃശൂർ സ്വദേശിയായ യുവാവിന്റെ കുടുംബാംഗങ്ങളും യുവാക്കളോട് നന്ദി പറഞ്ഞു.